ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി മാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q3 റിസൾട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q3 റിസൾട്ടിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ പ്രോഫിറ്റുമെല്ലാം ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ബിസിനസ് മോഡലും അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻ അതിൻ്റെ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കമ്പനിയുടെ Q3 റിസൾട്ടിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. പക്ഷേ കമ്പനിയുടെ വാല്യുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത്രയും നല്ല ഒരു പെർഫോമൻസ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി നമ്മൾക്ക് Q3 റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 2019 Q3യിൽ കമ്പനിയുടെ ഇൻകം 6,815 കോടിയായിരുന്നു. അവിടെ നിന്നും അത് ഉയർന്ന് 7,587 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് നല്ലൊരു ഇൻക്രീസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ Q2ലെ ഇൻകം നോക്കുകയാണെങ്കിൽ 5,358 കോടി രൂപയായിരുന്നു. അവിടെ നിന്നും അത് ഉയർന്ന് 7,587 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 2,200 കോടി രൂപയുടെ റവന്യൂ വർധനവാണ് Q2 ഉണ്ടായിരിക്കുന്നത്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് റവന്യൂവിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എക്സ്പെൻസ് ഇൻക്രീസ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. 2020 Q2ൽ കമ്പനിയുടെ എക്സ്പെൻസ് 5,086 കോടിയായിരുന്നു. അവിടെ നിന്നും അത് ഉയർന്ന് 6,977 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതായത് 2,200 കോടി രൂപ റവന്യൂവിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ 1,800 കോടി രൂപ എക്സ്പെൻസിലാണ് ഇൻക്രീസ് ചെയ്തത്. ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ 271 കോടിയായിരുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അത് ഇൻക്രീസ് ചെയ്ത് 609 കോടിയായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ അതായത് 2019 Q3യിൽ 489 കോടിയായിരുന്നു. അവിടെ നിന്നും ഉയർന്ന് 609 കോടിയായിട്ടുണ്ട്. ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ 198 കോടിയായിരുന്നു. അവിടെ നിന്നും ഉയർന്ന് 446 കോടിയായിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 384 കോടിയിൽ നിന്നും ഉയർന്ന് 446 കോടിയായിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ Q2 വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാണുന്നത്. Q2 കമ്പനി അതിൻ്റെ പ്രീ കോവിഡ് ലെവലിലേക്ക് തിരിച്ചു വന്നു എന്നൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് നൽകുന്നത്. ഇനി നമ്മളൊരു കൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ അതായത് 2019ലെ ആദ്യത്തെ 9 മാസം കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു, അതുപോലെ തന്നെ 2020ൽ ആദ്യത്തെ 9 മാസം കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ 2019ൽ കമ്പനി പെർഫോം ചെയ്തതിൻ്റെ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല 2020ൽ കമ്പനി പെർഫോം ചെയ്തത്. അതായത് 2019ലെ 9 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി 1,300 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ 2020ലെ ആദ്യത്തെ 9 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1,029 കോടിയാണ് നേടിയത്. അതായത് 2019ലെ അത്രയും നല്ല ഒരു പെർഫോമൻസ് 2020ൽ കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. Q1ൽ കമ്പനിയുടെ റിസൾട്ട് വളരെ ബാഡ് റിസൾട്ടായിരുന്നു. കൂടാതെ ജിയോയുടെ ഒരു നല്ലൊരു എഫക്റ്റും അല്ലെങ്കിൽ ഓൺലൈൻ സെക്ടറിലുള്ള അല്ലെങ്കിൽ ഓൺലൈൻ റിറ്റെയിൽ സെക്ടറിലുള്ള ജിയോയുടെ കടന്നുവരവും Q1ൽ കമ്പനിയെ നന്നായി ബാധിച്ചിരുന്നു. ഇനി കമ്പനിയുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് EPS നോക്കുകയാണെങ്കിൽ EPS പ്രീവിയസ് ക്വാർട്ടറിൽ 3.07 ആയിരുന്നു. അവിടെ നിന്നും ഇൻക്രീസ് ചെയ്ത് 6.90 ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ 6.14 ആയിരുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ അതായത് Q3 റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ Q2 കമ്പനിയുടെ റവന്യൂ 10% ഇൻക്രീസ് ആയിട്ടുണ്ട്. EBITDA 16% ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 19% ഇൻക്രീസ് ആയിട്ടുണ്ട്. കൂടാതെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി കമ്പനി ഈ ക്വാർട്ടറിൽ ഒരു പുതിയ സ്റ്റോർ കൂടി തുറന്നിട്ടുണ്ട്. പക്ഷേ 9 മാസത്തെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റവന്യൂ 10% ഡിക്ലൈൻ, EBITDA 34% ഡിക്ലൈൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 31% ഡിക്ലൈൻ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 9 മാസത്തെ കൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ സമ്മറി നോക്കുകയാണെങ്കിൽ കമ്പനി 3 സ്റ്റോറുകൾ അടച്ചിട്ടുണ്ട്. ഈ 3 സ്റ്റോറുകൾ അടച്ചതിൽ 2 സ്റ്റോറുകൾ കമ്പനി അതിൻ്റെ കൊമേഴ്സ് ബിസിനസ്സിൻ്റെ സ്റ്റോറാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ മാറ്റം സംഭവിച്ചത് കമ്പനിയുടെ Q2 റിസൾട്ടിലും നമ്മൾ ഈ മാറ്റം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി മാർട്ടിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ PE 145 ആണ്. സെക്ടറിൻ്റെ PE 49 ആണ്. അതായത് സെക്ടറിൻ്റെ PE അപേക്ഷിച്ച് കമ്പനിയുടെ PE 3 മടങ്ങ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് റിലേറ്റഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ഡിവിഡൻഡ് ഒന്നും തരുന്ന കമ്പനിയല്ല. പകരം ഇതൊരു ക്ലിയർ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇത്രയും വലിയ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി എങ്ങനെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് COVID-19 പാൻഡമിക് സിറ്റുവേഷനിലും അതുപോലെ അതിനുശേഷം
ശേഷം വന്ന വേഴ്സ് ക്വാർട്ടർ പെർഫോമൻസ് വന്നിട്ട് കൂടിയും ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 1800 എന്ന് പറയുന്ന ലെവലിന് താഴെ പോയില്ല. അപ്പോഴും PE നമ്മൾ നോക്കുകയാണെങ്കിൽ PE അപ്പോഴും ഈ കമ്പനി 100 എന്ന് പറയുന്ന PE റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത കമ്പനിയായിരുന്നു. ഇത്രയും വലിയ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ കമ്പനി ബിലോങ്സ് ചെയ്യുന്ന സെക്ടർ തന്നെയാണ്. അതായത് റീറ്റെയിൽ സെക്ടറിൽ ഇത്രയും നല്ല ഒരു ഗ്രോത്തും അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു സോളിഡ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സും ഉള്ള മറ്റൊരു കമ്പനി ഇല്ല. അത് തന്നെയാണ് ഈ കമ്പനിയുടെ സക്സസ്. ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചാർട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1 വീക്കിൽ 6% റിട്ടേൺ, 3 മന്തിൽ 43% റിട്ടേൺ, 6 മന്തിൽ 27% റിട്ടേൺ, 1 ഇയറിൽ 62% റിട്ടേൺ, 3 ഇയറിൽ 141% റിട്ടേൺ എന്നിങ്ങനെയാണ് റിട്ടേൺ തന്നിരിക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് നോക്കിയാൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. എനിക്ക് തോന്നുന്നു 2017 ഈ കമ്പനി 2017 മാർച്ച് മാസത്തിലായിരുന്നു ഈ കമ്പനിയുടെ IPO വന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 300 അല്ലെങ്കിൽ 350 രൂപ റീജിയനിലായിരുന്നു ഇതിൻ്റെ IPO പ്രൈസ്. അതിനുശേഷം ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 3000, അതായത് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 10 ടൈംസ് ആണ് വർദ്ധിച്ചിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണുള്ളത്. അതായത് ടോട്ടലി ഗ്രോത്ത് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി തരുന്ന കമ്പനിയാണ്. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കാം. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും സ്റ്റോക്ക് ആൾറെഡി റണ്ണപ്പ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിലെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്ക് നല്ല രീതിയിൽ റണ്ണപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ റീസൺ ഒന്നുകിൽ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ആവാം ഈ കമ്പനി വളരെ നല്ല രീതിയിൽ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോം ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആവാം. അതുമല്ലെങ്കിൽ ഇതിൻ്റെ കൗണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന ഒപ്പോണൻ്റ് ആയിട്ടുള്ള ജിയോ മാർട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാവാം. എന്തായാലും ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ റണ്ണപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ 2500 എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് സ്റ്റോക്ക് 3000 എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസിലേക്ക് സ്റ്റോക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ റീജിയനിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിലെ ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഷോർട്ട് ടൈം പൊസിഷൻ എടുത്തവർക്ക് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്ന ഒരു റീജിയൻ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്റ്റോക്ക് 3000 എന്ന് പറയുന്ന റീജിയൻ സ്റ്റോക്കിൻ്റെ ഒരു ഓവർബോട്ട് റീജിയൻ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഹെവി റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ഒരു റീജിയൻ തന്നെയാണ്. അല്ലെങ്കിൽ 3000-ന് മുകളിൽ ഈ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 3000 സ്റ്റോപ്പ് ലോസ് ആയി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടൈം പൊസിഷൻ എടുത്തവർക്ക് ഒന്നുകിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ 3000 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ലോങ് ടൈം പൊസിഷൻ എടുത്തവർക്ക് അതായത് ലോങ് ടൈം ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഹോൾഡിംഗ് തന്നെയാണ് ഈ കമ്പനി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് വളരെ നല്ല രീതിയിൽ അതായത് ലോങ് ടൈമിൽ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ഇനി കമ്പനിയുടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മണി ഫ്ലോ ഇൻഡെക്സ് 67ഉം RSI 72ഉമാണ്. അതായത് RSI മണി ഫ്ലോ ഇൻഡെക്സും സ്ട്രോങ് തന്നെയാണ്. ഗോയിങ് ടു ഓവർബോട്ട് സോണിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ടൈം പൊസിഷൻ ഉള്ളവർക്ക് ഷോർട്ട് ടൈം പൊസിഷൻ എടുത്തവർക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് തന്നെ പറഞ്ഞത്. ഇനി കമ്പനിയുടെ മറ്റുള്ള പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഫ്രീക്വൻ്റ്ലി അതിൻ്റെ 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിൽ വന്നാണ് സപ്പോർട്ട് എടുക്കുക. 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2750 രൂപ റേഞ്ചാണ്. അതായത് ഈ സ്റ്റോക്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്ക് 2750 എന്ന് പറയുന്ന ഫസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്കിൽ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ബ്രേക്ക്ഔട്ട് റീജിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 2500 തന്നെയായിരിക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ 2500 എന്ന് പറയുന്ന റീജിയൻ ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനി സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യാൻ സാധ്യത. അപ്പോൾ സ്റ്റോക്ക് 2500 രൂപ റേഞ്ചിൽ വരികയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.